ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റയുടെ ലൈനപ്പിൽ അത്യാവശ്യം നല്ല പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം കുറച്ചധികം പുതിയ വണ്ടികൾ 2026 വരുന്നുണ്ട്. അതുപോലെ 2027 മുതൽ 2030 വരെയുള്ള അവരുടെ വാഹനങ്ങളുടെ പ്ലാൻ ലൈനപ്പ് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ബേസിക് ന്യൂസ് നോക്കാം. അതിൽ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ടാറ്റ ഇതുവരെ ടോട്ടൽ 2.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൽ ഏകദേശം 1 ലാക്ക് വണ്ടികളും മുകളിലും നെക്സോൺ EV ആണ് വന്നിരിക്കുന്നത്. ടാറ്റയുടെ തന്നെ ആദ്യത്തെ 1 ലാക്ക് യൂണിറ്റ്സിൻ്റെ സെയിൽസ് ക്രോസ് ചെയ്യുന്ന വണ്ടിയും നെക്സോൺ EV തന്നെയായിരുന്നു. അതിന് ശേഷമാണ് ബാക്കി വണ്ടികളെല്ലാം വരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓഫറിങ്സ് ഉള്ളത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ഏറ്റവും ബേസിക് ലൈനായിട്ട് ടിയാഗോ EV തുടങ്ങും, ടിഗോർ EV ഉണ്ട്, പഞ്ച് EV ഉണ്ട്, നെക്സോൺ EV ഉണ്ട്, കെർവ് EV ഉണ്ട്, അതിൻ്റെ മുകളിൽ ഹാരിയർ EV ഉണ്ട്, പിന്നെ എക്സ്പ്രസ് ടി എന്ന് പറഞ്ഞ ഒരു ഫ്ലീറ്റ് ലൈനപ്പ് വരുന്നുണ്ട്. അതിന് മുകളിൽ ഇനിയിപ്പോൾ അവർ CR EV ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ടാറ്റയുടെ മൊത്തത്തിലുള്ളൊരു പ്ലാൻ ഉള്ളത്. പിന്നെ അവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ലതാണ്. അത് ഇനിയും ഡെവലപ്പ് ആവും. 2030 ആകുമ്പോഴേക്കും 1 ലക്ഷം ഫാസ്റ്റ് ചാർജേഴ്സും 10 ലക്ഷം ടോട്ടൽ ചാർജിങ് നെറ്റ്വർക്കും സെറ്റപ്പ് ചെയ്യാനാണ് ടാറ്റ ഉദ്ദേശിക്കുന്നത്. ഇനി 2027 തന്നെ 30,000 ഫാസ്റ്റ് ചാർജേഴ്സും അതുപോലെ 4 ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ ചാർജേഴ്സ്, അതായത് മേ ബി 7.2 കിലോവാട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 30 കിലോവാട്ട് ചാർജേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ ചാർജേഴ്സൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സോ 4 ലക്ഷം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമ്പറാണ്. ഇപ്പം മാരുതി സുസുക്കി അവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണല്ലോ പുതിയ വിറ്റാര മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ. അതായത് ഇപ്പോൾ തന്നെ 1 ലക്ഷം ചാർജേഴ്സ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനെയും കൂട്ടും 10 ലക്ഷം ആക്കും, 5 ലക്ഷം ആക്കും എന്നൊക്കെ പറഞ്ഞ്. സോ അതൊരു വലിയ സംഭവമാണ്. ആൻഡ് ഇങ്ങനെ പതുക്കെ ചാർജിങ് നെറ്റ്വർക്ക് എല്ലാ കമ്പനികളും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ചാർജിങ്ങിന് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇപ്പം വണ്ടിയിൽ തന്നെ നമുക്ക് വാളറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചാർജിങ് സ്റ്റേഷനിലും പോയിട്ട് അവരുടേതായിട്ടുള്ള സാധനത്തിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്ത് അവിടെ തന്നെ പൈസ ഇടേണ്ട ആവശ്യം മിക്ക സാഹചര്യങ്ങളിലും വരുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ഈസ് ഓഫ് യൂസ് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെയാണ് ഇത്ര വലിയ അപ്ഡേറ്റ്സ് എന്ന്. ഇതൊക്കെ അത്യാവശ്യം നല്ല അപ്ഡേറ്റ്സ് ആയിരുന്നു. പക്ഷേ വരാനിരിക്കുന്നത് ഈ വർഷം 3 പുതിയ വാഹനങ്ങളാണ്. ഈ വർഷം ഇൻ ദ സെൻസ് 2026 3 ടാറ്റയുടെ പുതിയ വാഹനങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ പുതിയ സിയേറ EV ആയിരിക്കും. അവർ ഓൾറെഡി സിയേറയുടെ ഒരു ടീസർ ആദ്യം ഇറക്കിയ സമയത്ത്, ഓർ ട്രെയിലർ ഓർ വോട്ടെവർ, ആ സാധനം ആദ്യം ഇറക്കിയ സമയത്ത് സിയേറ EVയുടെ ഒരു ചെറിയ ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വണ്ടി. മഞ്ഞ കളറിൽ നമ്മൾ ഈ വണ്ടി അങ്ങനെ കണ്ടിട്ടില്ല. ഏകദേശം നോർമൽ സിയേറ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഫ്രണ്ടിലത്തെ ഡിസൈനിൽ മറ്റേനകത്ത് ആ ഒരു ബ്ലാക്ക് പീസ് നമ്മുടെ DRLസിൻ്റെ താഴത്തായിട്ട് വരുമ്പം ഈ വണ്ടിയിൽ ആ ബ്ലാക്ക് പീസ് അവർ മൊത്തം താഴേക്ക് എടുത്തു. DRLs എല്ലാം ഒരു ഇൻഡിവിജ്വൽ കണക്റ്റഡ് യൂണിറ്റ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡിസൈനെല്ലാം സെയിം ആണ്. ആ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ വ്യത്യാസവും ബമ്പറിൻ്റെ ഡിസൈനുള്ള കുറച്ച് ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് എലമെൻ്റായിട്ട് നിൽക്കുന്നത്. സിയറയുടെ പെട്രോൾ ഡീസൽ മോഡലും അതുപോലെ ഇലക്ട്രിക് വേർഷനും. ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ആയിരുന്നു അവർ ഇതിന് മുന്നേ, അതായത് നമ്മുടെ സിയറ നോർമൽ ഈ മഞ്ഞ കളറിൽ കാണിക്കുന്നതിന് മുന്നേ ഓട്ടോ എക്സ്പോയിലും മറ്റുമൊക്കെ ആയിട്ട് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇലക്ട്രിക് മോഡൽസ് ആയിരുന്നു. 2025 ഓട്ടോ എക്സ്പോയിലാണ് അവർ ആദ്യമായിട്ട് മഞ്ഞ കളറിലുള്ള നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് DRLs ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന സിയറ കാണിക്കുന്ന ആ സമയത്താണ്. അതിന് പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടി കണ്ടിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് സെയിം ആണെങ്കിലും അതിൻ്റെ അടിത്തറ മൊത്തം അവർ ഇളക്കും എന്ന് പറയുന്ന പോലെ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് കെർവ് EV അതുപോലെ പഞ്ച് EV എല്ലാം ടാറ്റയുടെ ഒരു പുതിയ ആർക്കിടെക്ചറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് Active.EV ഓർ ആക്റ്റീവ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിരുന്നതിനകത്തായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇത് വരുന്നത് എന്ന് അറിയില്ല, കൺഫേം ആയിട്ടില്ല. ബട്ട് എനിവേ ഇതൊരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആയിരിക്കും. പക്ഷേ Gen 2 ആർക്കിടെക്ചറിലായിരിക്കും ഈ വണ്ടിയും വരുന്നത്. ടാറ്റയുടെ Gen 3 ആർക്കിടെക്ചർ അൺവെയിൽ ആവാൻ പോകുന്ന അവിന്യ റേഞ്ച് ഓഫ് വെഹിക്കിൾസിലായിരിക്കും. ഏതായാലും ഈ വണ്ടിയും അത്ര മോശമൊന്നുമല്ല. നമ്മളിപ്പോൾ ഹാരിയർ EV കണ്ട സിമിലർ സ്പെക്സ് തന്നെയായിരിക്കും ഈ വണ്ടിയിലും കാണാൻ പറ്റുന്നത്. അതായത് റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനും ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനും ടാറ്റേനെ കോഡ് വീൽ ഡ്രൈവ് എന്ന് വിളിക്കുന്നു. പിന്നെ ഫീച്ചേഴ്സൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അതിൽ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഹാരിയർ EVയിൽ വന്ന പോലെ ചിലപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഒരു IRVM ഡിസ്പ്ലേ, ബാക്കിലത്തെ ക്യാമറ വ്യൂ വെച്ച് അതൊക്കെ കിട്ടുമായിരിക്കും. അതിനകത്ത് ഇൻബിൽഡ് ഡാഷ് ക്യാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ Arcade.EV ഫീച്ചേഴ്സ് അതൊക്കെ ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പുറമെ പിന്നെ പവർ ഫിഗേഴ്സ് ഡെഫിനറ്റ്ലി ഹാരിയർ EV നല്ല പവർഫുൾ ആണ്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ബാറ്ററി കൺഫിഗറേഷൻ ആണെങ്കിലും കൺഫേം ആയിട്ടില്ലെങ്കിലും ടാറ്റ മിക്ക വണ്ടികളും പുതിയ ബാറ്ററി ഓപ്ഷൻസ് ഒക്കെയാണ് കൊടുക്കാറ്. ഹാരിയർ EVയിൽ നമുക്ക് 65-75 ആണ് കിട്ടുന്നത്. സോ ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 55-60 ഇടയിലും അതുപോലെ 70-80 ഇടയിലുള്ള ഒരു ബാറ്ററി കൺഫിഗറേഷൻ ആയിരിക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. എന്തായാലും ഹാരിയർ EVയുടെ താഴെ തന്നെ ആയിരിക്കും എൻ്റെ പൊസിഷനിങ് വരുന്നത്. അതിന് മുകളിലേക്ക് പോകില്ല. കാരണം അതിന് മുകളിൽ വരാൻ ഇനി വേറൊരു വണ്ടി ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഈ ചെറിയ അപ്ഡേറ്റും കൂടെ ഒന്ന് പറയാം. അതാണ് പുതിയ പഞ്ച് EVയുടെ അപ്ഡേറ്റ്. ഓൾറെഡി പഞ്ചിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിൽ ടാറ്റ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിലങ്ങനെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. റിയർ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും പഞ്ച് EVയിലും അതിൽ കുറേയൊക്കെ ചേഞ്ചസ് വരും എന്നാണ് ടാറ്റ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2026 തന്നെയാണ് ഈ വണ്ടിയുടെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്, ഓർ ടാറ്റ അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഓൾറെഡി വണ്ടി അത്യാവശ്യം ലോഡാണ്. നോർമൽ പഞ്ചാണ് സത്യത്തിൽ ഫീച്ചേഴ്സ് ഡിസേർവ് ചെയ്യുന്നത്. ഇതിനകത്ത് നിന്നുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആ വണ്ടിയിൽ വേണം. ഇപ്പോൾ 360 ക്യാമറ ആയിക്കോട്ടെ, വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പഞ്ച് EVയിലുണ്ട്. പക്ഷെ നമുക്ക് നോർമൽ പഞ്ചിൽ കിട്ടുന്നില്ല. അതൊക്കെ ഈ ഫേസ് ലിഫ്റ്റിൽ വരുമായിരിക്കും. അതിന് പുറമെ പഞ്ച് EVയിലുള്ള കുറച്ച് അപ്ഡേറ്റ്സും പിന്നെ മിക്കവാറും ഒരു ബാറ്ററി ഓപ്ഷൻസിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. ടാറ്റയാണല്ലോ, അവർക്ക് പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ബാറ്ററി അങ്ങ് മാറ്റണം. അതാണൊരു പുതിയ സംഭവം. പിന്നെ നെക്സോൺ EVയിലാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ബാറ്ററി മാറ്റി. 30 kWh ലോഞ്ച് ചെയ്തു, അതിനുശേഷം പിന്നെ 40 kWh ഇറക്കി, പിന്നെ 45 ഇപ്പോൾ നമുക്ക് 45, 30 കിട്ടുന്നത്. പക്ഷേ 30 ഇല്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. സോ എനിക്കതാണ് പഞ്ച് EVയുടെ കേസ്. ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരു മൈനർ അപ്ഡേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ വണ്ടിയെ ഫ്രഷ് ആക്കി നിർത്താൻ അത്യാവശ്യം ഹെൽപ്പുള്ളൊരു അപ്ഡേറ്റ് ആണിത് എന്ന് നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ടാറ്റയുടെ അവിന്യ റേഞ്ച് ഓഫ് വെഹിക്കിൾസ് ആണ് ഇനി അടുത്ത 2026 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2026 അവസാനം ആകുമ്പോഴായിരിക്കും ടാറ്റയുടെ ആദ്യത്തെ അവിന്യ വാഹനം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ അവിന്യ എന്ന് പറയുന്നത് നമ്മളിപ്പം മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് അല്ലെങ്കിൽ BE റേഞ്ച് കണ്ടിട്ടില്ലേ, അങ്ങനെ 2 ലൈനപ്പ് ഉണ്ടല്ലോ അവർക്ക്. അതുപോലെ തന്നെ ടാറ്റയുടെ പ്രീമിയം വാഹനങ്ങളെ അവർ വിളിക്കുന്ന പേരാണ് അവിന്യ എന്നുള്ളത്. ഇതൊരു വണ്ടിയുടെ പേരല്ല. മിക്കവാറും ഈ ഒരു പേരിനുണ്ടല്ലോ, ഈ ഒരു ബ്രാൻഡിങ്ങിനുണ്ടല്ലോ, നമുക്ക് വേറെ വേറെ വാഹനങ്ങളായിരിക്കും കിട്ടുന്നത്. 2030 ഞാൻ എപ്പോഴും 27-30 പകരം 30 എന്ന് പറയുന്ന എനിവേ. സോ 2027-30 ഇതല്ലാതെ 3 പുതിയ നെയിം പ്ലേറ്റും കൂടെ വരുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 30 നമുക്ക് ആദ്യത്തെ വണ്ടി കിട്ടും. അതിനുശേഷം പിന്നെ 3 വണ്ടികളും കൂടെ അടുത്ത 3 വർഷത്തിനുള്ളിൽ വരും ഈ ഒരു അവിന്യ റേഞ്ചിനുണ്ടല്ലോ. ഇനി ആദ്യം തന്നെ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഇതിൻ്റെ സ്പോർട്ട് ബാക്ക് വേർഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നെ SUV വേർഷൻ ലോഞ്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ 2025 ഓട്ടോ എക്സ്പേർട്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ഈ വാഹനത്തിൻ്റെ കൈൻഡ് ഓഫ് SUV വേർഷൻ ആയിരുന്നു എന്ന് പറയാം. സ്പോർട്ട് ബാക്ക് എന്ന് പറയുമ്പം അവർ ആദ്യം കാണിച്ച ഒരു വണ്ടി ഉണ്ടല്ലോ, കോൺസെപ്റ്റ് പക്ക 2023 കോൺസെപ്റ്റ്, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലൈനപ്പ് ആയിരിക്കും ഇവർ ആദ്യം ഇറക്കാൻ പോകുന്നത്. SUV എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി കൂടെ ബോക്സ് ഷേപ്പ് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ സിയറയിൽ കണ്ടതുപോലത്തെ ഒരു ബോക്സി ഡിസൈനൊന്നും അവരേതായാലും ഇനിയിപ്പോൾ ഒരു വാഹനത്തിനും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഇവരുടെ വാഹനങ്ങളുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിന്യയിൽ വീണ്ടും കുറച്ചും കൂടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ ലോഗോ ആണെങ്കിലും അതെല്ലാം ആ ഒരു പുതിയ T ഷേപ്പ് DRLs കത്തിക്കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് വരുന്നത്. അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിലും ഇനിയും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സിയറയുടെ ഇൻറ്റീരിയറിൽ തന്നെ അത്യാവശ്യം ചേഞ്ചസ് കണ്ടായിരുന്നു. അത്യാവശ്യം നോട്ടീസബിൾ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ടാറ്റയുടെ ബാക്കി വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിനകത്ത് അതിന് ഒരുപടി മുകളിലായിരിക്കും അവർ വണ്ടികൾ ഇറക്കാൻ പോകുന്നത്. പിന്നെ ഇത് EV ഓൺലി ലൈനപ്പാണ്. നമ്മളിപ്പോൾ Gen 2 ആർക്കിടെക്ചറിൽ കാണുന്ന പോലെ സിയറയാണെങ്കിൽ നമുക്ക് പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് 3 പവർ ഓപ്ഷൻസിലും കിട്ടി. പക്ഷേ ഈ വണ്ടി അങ്ങനെ ആയിരിക്കില്ല, ഇലക്ട്രിക്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ B6 XUV9 അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്ന പോലെ ഇലക്ട്രിക് ഓൺലി ആയിട്ടായിരിക്കും ഈ വണ്ടിയും വരാൻ പോകുന്നത്. പെട്രോൾ, ഡീസൽ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. Gen 3 എന്ന് പറയുമ്പോൾ പ്യുവർ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ബാറ്ററി ഓപ്ഷൻസും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും നമുക്കൊരു 80-100 kWh ഇടയിൽ ബാറ്ററി സൈസ് വണ്ടികൾ കിട്ടുമായിരിക്കും. ആൻഡ് ടാറ്റയുടെ ഏറ്റവും പ്രീമിയം ലൈനപ്പിൽ പോകുന്ന വണ്ടികളാണത്. എന്ന് വെച്ചാൽ ഹാരിയർ EVയിലും ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ആയിട്ട് തന്നെയായിരിക്കും അവർ ഈ വണ്ടികൾ ഇറക്കാൻ പോകുന്നത്. ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. പക്ഷേ ടെക്നോളജി ആയിക്കോട്ടെ, ബാറ്ററി ഓപ്ഷൻസ് ആയിക്കോട്ടെ, റേഞ്ച് ആയിക്കോട്ടെ, പവർ ഫിഗേഴ്സ് ആയിക്കോട്ടെ, എല്ലാം അവർ അതിനനുസരിച്ച് തന്നെ ഓഫർ ചെയ്യും. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 25 റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കവാറും തുടങ്ങുന്നത് ഹാരിയർ EVയുടെ മുകളിൽ. പക്ഷേ മാക്സിമം എങ്ങനെയായാലും ഒരു 30-35 ലക്ഷം രൂപയെങ്കിലും എക്സ്ഷോറൂം പ്രൈസ് പോകും. 35 എക്സ്ഷോറൂം എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 40-അടുത്ത് ഓൺറോഡ് വരും. സോ അതാണ് കാര്യം. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.